എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1922 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം നന്ദി. ഇന്ന് അന്താരാഷ്ട്ര മണ്ണ് ദിനമാണ്. അപ്പോൾ എന്താണ് ഈ മണ്ണിന്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നിരുന്നാലും വളരെയധികം നമ്മുടെ ഭക്ഷണമായിട്ട് പോലും ബന്ധമുണ്ട്. ഈ മണ്ണില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വയറ്റിലോട്ടും ചെല്ലൂല, അത് ഓർക്കുക. അതുപോലെ ഭഗവത്ഗീതയിൽ പറയും, അന്നാഥോന്തി ഭൂതാനി പർജന്യാദിന് സംഭവ എന്ന് വെച്ചാൽ ഭൂതങ്ങൾ ഉണ്ടാകുന്നത് മഴയിൽ നിന്നാണ്, അല്ല ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണം ഉണ്ടാകുന്ന മഴയിൽ നിന്നാണ്. അപ്പം മണ്ണും മഴയും ഇല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല, നമ്മൾ പട്ടിണിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പരിപാടിക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഹേമ ക്ഷണിക്കുന്നു. ഡോക്ടർ ഹേമ. എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1922 ദിവസത്തെ മലയാളം സെക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2014 മുതൽ ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിച്ചു വരുവാണ്. മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവരെയും ശ്രദ്ധാലുക്കളാക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ദിനം ആചരിച്ചു വരുന്നത്. ഇതിനു വേണ്ടി മുൻകൈയെടുത്ത തായ്ലൻഡ് രാജാവായ ശ്രീ ഭൂമിബോൾ അതുല്യ തേജിന്റെ ജന്മദിനമാണ് നമ്മൾ ലോക മണ്ണ് ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പം ഈ ഒരു അവസരത്തില് നമ്മളെ ഓരോരുത്തർക്കും അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പരീത് ഭാവാഖാൻ സാറാണ്. സാറ് IFBHന്റെ പ്ലാറ്റ്ഫോമിൽ സുപരിചിതനാണ്. അദ്ദേഹം മുമ്പ് നമുക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഫോർമർ അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണർ ആൻഡ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ മീര AV ആണ്. ആരോഗ്യമുള്ള മണ്ണ്, ആരോഗ്യമുള്ള ശരീരത്തിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് മാഡം നമ്മളോട് സംസാരിക്കുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിലെ സോഷ്യൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് മീര മാഡം. മാഡത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ ഷാലു രാജനാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് S ആണ്. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോമിയോ ഡോക്ടർമാർ, ഹോമിയോപ്പതിക് സ്നേഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ഹേമ. അപ്പൊ ഈ പരിപാടി തുടങ്ങുന്നതിന് ഏറ്റവും ഉചിതമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഈ മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു പി ഭാസ്കരൻ അനശ്വരമായ ഒരു ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഡോക്ടറെ ഒന്ന് പ്ലേ ചെയ്യാമോ? ഓടി കിട്ടുന്നില്ല ഡോക്ടറെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ അതെ സൗണ്ട് വരുന്നില്ല. സൗണ്ട് കാണുന്നുണ്ടോ? ഇല്ലല്ല, വരുന്നില്ല. അത് മ്യൂട്ട് ആക്കിയുണ്ടോ? അതെ. പണ്ടൊരിക്കലൊരാട്ടിടയൻ അകത്തേരുന്നു, പെണ്ണിൽ നിന്നും ഭഗവാൻ ചന്ദനത്തിൻ മണി വീണ ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ അകത്തേരുന്നു, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ പുരത്തി
ഹൃദയത്തിൽ തുമ്പിയ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. മരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാത്തിടയിൽ തപസ്സേരുന്നു. മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയ പറന്നു പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. പാട്ടു നിർത്തി. കാത്തു നിൽക്കും തന്റെ വേർപ്പ് കൊണ്ട് വിതയ്ക്കുവാൻ അവർ ഇറങ്ങി. എന്നെന്നും തൻ പൊന്മണികൾ വിളക്കിക്കാൻ മണ്ണിതിന്റെ മകനായവൻ ഇറങ്ങി. പൂമരത്തിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സേരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാൻ ഒരു ചന്ദനത്തിൻ മണി വീണ ഓക്കെ. അപ്പൊ എല്ലാവരും പാട്ട് മനസ്സിലായി കാണും വിചാരിക്കുന്നു. നെറ്റ് ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിവീണ കിട്ടിയപ്പോഴത്തേക്ക് മണ്ണിനെ മറന്ന് കൃഷിയെ മറന്നു. അതിന്റെ പുറകെ അവസാനം പാവം അപ്പോൾ പശിയാലെ പാട്ട് നിർത്തിയത്. വിശപ്പായപ്പോഴത്തേക്കും വേറെ നിവൃത്തിയില്ലാതെ വീണ്ടും വയലിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ മണ്ണിന്റെയും കൃഷിയുടെയും വയലിന്റെയും ഒക്കെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനത്തിനായിട്ട് കൃഷി മേഖലയിൽ നിന്നുള്ള വിദഗ്ധൻ കൂടിയ പരീസ് സാറിനെ ക്ഷണിക്കും. സാർ പ്ലീസ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം അല്ലേ? വീഡിയോ ഓൺ ചെയ്ത് ഉണ്ടല്ലോ? ഉണ്ട് സാർ, എനിക്കത് കാണാം. ക്ലിയർ ആയി കാണുന്നില്ല. ക്ലിയർ ആയി കാണാം. കാണാമല്ലോ? ഓക്കെ 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 ഓക്കെ. ബഹുമാനപ്പെട്ട IFPH മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും ഗുഡ് ഈവനിങ്. അല്പം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. അതായത് നമ്മളിന്ന് ഇൻ്റർനാഷണൽ സോയിൽ ഡേ ആഘോഷിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള ഡോക്ടർ മനോജ് ഉടനെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ട് എനിക്ക് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ നമ്മുടെ മുഖ്യപ്രഭാഷക ഒരു വിദഗ്ധയാണ് ഈ ഫീൽഡിൽ. എൻ്റെ സ്പെഷ്യലൈസേഷൻ ശരിക്കും പറഞ്ഞാൽ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയിൽ തന്നെയാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനോജ് ഡോക്ടറെ തന്നെ ഒരു മണ്ണായിട്ട് കണക്കാക്കുക. എവിടെ നിന്നെല്ലാം സാധനങ്ങൾ കണ്ടുപിടിക്കുകയും അത് എവിടെയോ എല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ കിടന്ന ന്യൂട്രിയൻസ് ഇതൊക്കെ എവിടെ നിന്നെല്ലാം ശേഖരിക്കുന്നു. അത് പിന്നെ പ്ലാന്റ്സിൽ കൂടെ ഫ്രൂട്ട്സായി മാറുന്നു. ആ ഫ്രൂട്ട്സ് തിന്നുന്നത് എവിടെയാണ്? വേറെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളായിരിക്കും ആ ഫ്രൂട്ട്സ് തിന്നുന്നത്. അതേ രീതിയിലാണ് ഡോക്ടർ മനോജ് പോലെയുള്ള ആൾക്കാർ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും
മണ്ണ് അതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഈ നമ്മുടെ വേദിയിൽ കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ ഈസിയാണ് മണ്ണിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇതിൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു വ്യവസ്ഥയാണ് മണ്ണെന്ന് പറയുന്നത്. മണ്ണ് വെറും ഒരു ചെളിയായിട്ട് നമ്മൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. നിലനിൽക്കണമെങ്കിൽ ഈ മണ്ണ് വേണം. മണ്ണില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിൽ ഒരു തന്ത്രപ്രധാനമായ പരിഗണന ഈ വിഭവത്തിന് നൽകുകയും അതിൻ്റെ സംരക്ഷണത്തിനുള്ള പ്രക്രിയകളെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഈ മണ്ണ് ദിനത്തിൻ്റെ ഉദ്ദേശം. ഡിസംബർ 5 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡിസംബർ 5 ഒരു മണ്ണ് ദിനമായിട്ട് ആഘോഷിക്കുന്നതെന്ന് ഇപ്പം നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ തായ്ലൻഡിലെ ഒരു രാജാവിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം ഈ മണ്ണ് സംരക്ഷണത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭൂമി ബോൾ അദലോജ് എന്ന് പറയും. അദ്ദേഹം അതിനുശേഷം യൂണിയൻ ഓഫ് സോയിൽ സയൻസ് 2002 ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു. മണ്ണിടെ 2005 ഡിസംബറിൽ ആഘോഷിക്കുന്നതാണ്. പിന്നീട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ UNOയിലെ FAO അവർ ഇത് എൻഡോഴ്സ് ചെയ്യുകയും UN ജനറൽ അസംബ്ലി 2013 ഇത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ് ദിനം ആയിട്ട് ഡിസംബർ ആഘോഷിച്ചു വരുന്നത്. മണ്ണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്രയോ എല്ലാം ഘടകങ്ങൾ മണ്ണിൻ്റെ പ്രക്രിയ തുടക്കം മുതൽ മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടാൽ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല, വളരെയധികം പ്രക്രിയകൾ നടന്നിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പാറ പൊടിഞ്ഞുണ്ടാകുന്നു. അതിൽ മഴ, മറ്റ് വെയിൽ, കാലാവസ്ഥ, ജീവജാലങ്ങളുടെ പ്രക്രിയ, അങ്ങനെ പല കാര്യങ്ങളോടുകൂടി അത് മണ്ണായിട്ട് മാറി. ആ മണ്ണിനെ സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട്. അതിന് ഈ മണ്ണുകൾ പല ദിവസം നമുക്ക് കാണാൻ പറ്റും. അതായത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന ബീച്ച്, കൂടുതൽ മഴയുള്ള സ്ഥലത്ത് കാണുന്ന ലാറ്ററൈറ്റ് സോയിൽ, അതുപോലെ റെഡ് സോയിൽ നമ്മുടെ മറ്റേ ഹൈ റേഞ്ചസിലൊക്കെ കാണുന്ന, അവിടെയൊക്കെ പ്ലാന്റേഷൻ ക്രോപ്പുകൾ ഉണ്ടാകുന്നതിന് ഈ റെഡ് സോയിലാണ് പ്രധാന കാര്യം. അതുപോലെ ഈ സോയിലിൻ്റെ വ്യത്യസ്തത ഉണ്ടാകാൻ കാരണവും ക്ലൈമറ്റിൻ്റെ മറ്റ് ഘടകങ്ങളുടെയും ഇൻഫ്ലുവൻസിലാണ്. അങ്ങനെ വിവിധങ്ങളായ മണ്ണുകൾ, അതായത് മണ്ണിൻ്റെ പല ഘടകങ്ങൾ, അതിനകത്ത് തന്നെ അസിഡിറ്റിയുള്ള മണ്ണ്, അങ്ങനെയുള്ള പല മണ്ണുകളും ഉണ്ടാകാൻ ദൈവം നമുക്ക് അനുഗ്രഹം തന്നു വെച്ചാൽ പല രീതിയിലുള്ള ക്രോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഈ പറയുന്ന പ്ലാന്റേഷൻ ക്രോപ്പുകൾ ഈ ഹൈ റേഞ്ചസിൽ ഉണ്ടാകുകയാണെങ്കിലും പാടി ക്രോപ്സ് നമുക്ക് പടിഞ്ഞാറ് തീരത്തുണ്ടാകാൻ പറ്റുന്നു. അങ്ങനെ പല ക്രോപ്പുകളുടെയും ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ആണ് ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ അവസ്ഥാന്തരം പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ അത്ഭുതകരമായ ഒരു വസ്തുത തന്നെയാണത്. പിന്നെ മണ്ണിൻ്റെ നിലനിൽപ്പിന് തന്നെ ഈ താപനില, മഴ, സസ്യവർഷം എന്നിവയൊക്കെ മണ്ണിൻ്റെ അസിഡിറ്റി, പോഷകധാന്യം, ജീവപ്രവർത്തനം എന്നിവയൊക്കെ എല്ലാം ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഘടകങ്ങളെയും അതിൻ്റെ മെയിൻ്റനൻസിനെയും കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും നമ്മളും ഹ്യൂമൻ ബീയിങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക, മണ്ണ് ഒലിപ്പിച്ച് കളയുക, മണ്ണ് മാറ്റിക്കളയുക. ഒരു ഇഞ്ച് മണ്ണ് ഉണ്ടാകണമെങ്കിൽ ആ പ്രക്രിയ അനുസരിച്ച് 100-ൽ കൂടുതൽ വർഷങ്ങൾ ഇങ്ങനെ അതിൻ്റെ പ്രക്രിയകൾ നടന്നാൽ മാത്രമേ 1 ഇഞ്ച് ഭൂമി, 1 ഇഞ്ച് പിന്നെ കനത്തിൽ മണ്ണുണ്ടാകാൻ പറ്റുകയുള്ളൂ. അതിനെ നമ്മൾ വിലയില്ലാതെ തള്ളിക്കളയുകയും അവസാനം മനുഷ്യരാശിക്ക് തന്നെ ഒരു ചലഞ്ചായിട്ട് മാറുകയും ചെയ്യുന്ന പല ഘടകങ്ങളും ഇപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ പറ്റും. മണ്ണ് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമാനിറ്റിയുടെ ഹ്യൂമാനിറ്റി മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെയും എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ശരിക്കും. അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിന് പ്രാധാന്യം വളരെയേറെയാണ്. പിന്നെ ഈ മണ്ണും വിളയും മനുഷ്യ ആരോഗ്യവും, ഈ 3 കാര്യങ്ങൾ ശരിക്കും വളർന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഇത് തമ്മിൽ വളരെയധികം
ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇതിൽ കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ മുഖ്യ പ്രഭാഷക ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കാൻ പോലെ എനിക്ക് താല്പര്യമുണ്ട് അവരുടെ ഇതിൽ. ഇപ്പോൾ ഈ മണ്ണും ഹോമിയോപ്പതിയുമായിട്ട് എന്താണ് ബന്ധം? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഈ രണ്ട് ഘടകത്തിന് കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. മണ്ണ് വെറും പൊടിയല്ല, അതിസൂക്ഷ്മമായ ജീവികൾ, ധാതുക്കൾ, ഫംഗസ്, എൻസൈംസ്, ജൈവപദാർത്ഥങ്ങൾ എന്നിവയെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു എന്താണ് പരിസ്ഥിതി. ഡയറക്റ്റ് ചുമ്മാ ജീവനില്ലാത്ത ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിനകത്ത് ജീവൻ അല്ലെങ്കിൽ ലൈഫ് നിറഞ്ഞു നിൽക്കുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ എന്താണ്? ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഹോമിയോപ്പതിയിൽ രോഗം വെറും ശാരീരിക ദോഷമല്ല, ആരോഗ്യം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ജീവൻ, വൈറ്റൽ ഫോഴ്സ് എന്ന എന്ന ഒരു പ്രത്യേകത സംഗതിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കാണ്. അതിലുള്ള ചലനം അല്ലെങ്കിൽ മാറ്റങ്ങളാണ് രോഗങ്ങൾക്ക് കാരണമെന്നാണ് ബേസിക്കായിട്ട് ഹോമിയോപ്പതി പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സോയിലിലും എത്തുന്നത്. അതുകൊണ്ട് മണ്ണും സോയിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൺസെപ്റ്റുകൾ തമ്മിലും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു മണ്ണിന് നല്ല പ്രൊഡക്ടിവിറ്റിയുള്ള നല്ല ന്യൂട്രിയൻസുള്ള മണ്ണാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന വളങ്ങൾ അല്ലെങ്കിൽ വിളവുകൾ നമ്മുടെ ആരോഗ്യത്തിനെ പുഷ്ടിപ്പെടുത്തുകയും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. അതേസമയത്ത് അതിൽ ന്യൂട്രിയൻസിൻ്റെ കുറവുള്ളതാണ്. അത് സിങ്ക്, മറ്റുള്ള NPK പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മൈനർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഇല്ലാതെ വന്നാൽ നമ്മുടെ ആഹാരത്തിലും, അതായത് നമ്മൾ വരുന്ന ക്രോപ്സിലും ഡെഫിഷ്യൻ്റായിട്ട് വരും. അത് നമ്മളെ രോഗത്തിന് ബാധകമാകും. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ മൂന്ന് കാര്യങ്ങളും, വിളവും മണ്ണും വിളയും നമ്മുടെ ആരോഗ്യവും തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. ഏതെങ്കിലും ഞാൻ മനോജ് ഡോക്ടറെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള സബ്ജക്റ്റ് കണ്ടുപിടിച്ച് മണ്ണിനെ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം എടുത്ത എഫേർട്ട് എനിക്ക് നേരിട്ട് അറിയാം. അതാണ് പറയുന്നത്. എന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴും എന്നെ 1-2 പ്രാവശ്യമെങ്കിലും മുന്നേ റിമൈൻഡ് ചെയ്യും. ഇത് ഇന്നുണ്ട് വന്നിട്ടുണ്ടോ. അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി, ഡെഡിക്കേഷൻസ് സമ്മതിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാം. ഡിസ്കഷനിൽ ശരിക്കും സമയമുണ്ടല്ലോ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ പ്രോഗ്രാം, ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സേഡ് സാർ വന്നിട്ടുണ്ടോ, സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. നന്ദി സാർ. അപ്പം നമുക്കിനി മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. മീര മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഈ ലോക മണ്ണ് ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. വളരെ പ്രകൃതി മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. വളരെ സന്തോഷം. അപ്പോ ഇതിന്റെ മണ്ണിന്റെ പ്രധാന കാര്യങ്ങൾ, അതിന്റെ ബേസിക് തിങ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാർ ഉദ്ഘാടകൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിലേറെ സന്തോഷം, സാറും ഒരു സോയിൽ സയൻസ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അറിഞ്ഞതിൽ ഒരു സന്തോഷവും ഒരു അടുപ്പവും തോന്നുകയാണ്. എൻ്റെ ഒരു ചെറിയ പ്രസന്റേഷൻ ഉണ്ട്. പറഞ്ഞു പോകുന്നതിനേക്കാളും കുറച്ച് കാര്യങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി ഞാനൊരു ചെറിയ പ്രസന്റേഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാഡം, ഉണ്ട്. കാണാം. അപ്പോ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ
എല്ലാ വർഷവും ഡിസംബർ 5-ാം തീയതി ലോക മണ്ണ് ദിനമായിട്ട് പിന്നെ സെലിബ്രേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ വർഷവും അതിൻ്റെതായ തീമുകൾ സെലക്ട് ചെയ്യും. അപ്പൊ ഈ വർഷം ലോക മണ്ണ് ദിനത്തിന് സെലക്ട് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് തന്നെ ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണെന്നതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മണ്ണിന്റെ പ്രാധാന്യവും അതിലേറെ നമ്മുടെ റൂറൽ ഏരിയാസിൽ മാത്രമല്ല നമ്മുടെ അർബൻ ഏരിയാസിലും മണ്ണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യമാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്കറിയാം ഈ അർബനൈസേഷൻ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെ വളരെ പ്രഷറാണ്, നമ്മുടെ അർബൻ ഏരിയാസിൽ ഉണ്ടാകുന്ന പ്രഷർ വളരെ അധികമാണ്. സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ എക്സ്പാൻഷൻ ഉണ്ടായതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് നമ്മുടെ മണ്ണിൽ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ ആഘാതത്തിനൊരു കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കൊണ്ടുവന്ന ഒരു തീമാണിതെന്ന് തീർച്ചയായും പറയേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഡിസംബർ 5 ഈ ലോക മണ്ണ് ദിനമായി ആഘോഷിക്കുന്നു എന്നതിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുൻ തായ്ലൻഡ് രാജാവിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം മണ്ണിന്റെ സംരക്ഷണത്തിനും അതിന്റെ ഒരു സുസ്ഥിരത നിലനിർത്തുന്നതിന്റെയും ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് ധാരാളം മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുൻനിർത്തി തന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിച്ചു വരുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഇതിങ്ങനെ ഒരു മണ്ണ് സംരക്ഷണവും അതിന്റെ ആവശ്യകതയും നമ്മുടെ UN അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസിൽ ഉയർന്നു വന്നു. 2002 തന്നെ അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും അത് ശരിക്കും പ്രാവർത്തികമാകുന്നത് 2013 ആണ്. തുടർന്ന് 2014 ഡിസംബർ 5 ആണ് ആദ്യമായി ലോക മണ്ണ് ദിനം ആഘോഷിച്ച് വരുന്നത്. അപ്പോ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ മണ്ണിൽ തന്നെയാണ്. കാരണം നമ്മുടെ 95% ഉൽപാദനം ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സുസ്ഥിരമായ ഒരു ഉൽപാദനത്തിനും അതുപോലെ നമ്മുടെ സുസ്ഥിരമായ ഒരു ഉൽപാദനം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിലേക്ക് തന്നെയാണ്. കാരണം പോഷക സമൃദ്ധമായ ഒരു ആഹാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള ജനതയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് എക്സ്ട്രീം കോണ്ടെക്സ്റ്റുകളാണ്. നമ്മുടെ നല്ലൊരു ശതമാനം ഉൽപാദനവും നമ്മുടെ ജീവന്റെ നിലനിൽപ്പും മണ്ണിലാണ്. പക്ഷേ ഒരറ്റത്ത് നമ്മുടെ മണ്ണ് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പോപ്പുലേഷൻ എക്സ്പാൻഷൻ വരുമ്പം നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സസിൽ, അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പുനർജീവനം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമാണ്. അപ്പൊ എക്സിസ്റ്റിംഗ് റിസോഴ്സസിൽ നമ്മൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് ഒരു നശീകരണം അത് സംഭവിക്കും. പക്ഷെ ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകേണ്ടത് ആ നശീകരണത്തെ എത്രത്തോളം ലഘൂകരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗ്ലോബലി ഏകദേശം 35% തന്നെ മണ്ണുകൾ എക്സ്ട്രീംലി ഡീഗ്രേഡഡ് ഒരു സിറ്റുവേഷനിലാണ്. അതിന് പല കാരണങ്ങളാണ്. ഹ്യൂമൻ റിലേറ്റഡ് ആക്ടിവിറ്റീസും ഉണ്ട്. ഹ്യൂമൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫർദർ നമ്മുടെ കുറെ നാച്ചുറൽ ഫാക്ടേഴ്സിനെ കുറെ കൂടെ എൻഫോഴ്സ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഹ്യൂമൻ ആസ് വെൽ ആസ് നാച്ചുറൽ ഫാക്ടേഴ്സ് കൊണ്ട് വളരെയധികം നമ്മുടെ മണ്ണ് നശിച്ചിട്ടുണ്ട്. സാറിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അതായത് നമുക്ക് എപ്പോഴും മണ്ണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ മണ്ണ് അഥവാ ടോപ്പ് 15 സെന്റിമീറ്റർ ഓഫ് സോയിലാണ്. അപ്പോ വർഷക്കണക്കിന് ഉള്ള കൂടെയാണ് നമുക്കൊരു ജസ്റ്റ് നമ്മുടെ 10 സെന്റിമീറ്റേഴ്സ് ഓഫ് സോയിൽ, അതായത് ഫലഭൂയിഷ്ടമുള്ള മണ്ണ് ഉണ്ടാകുന്നതെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ഈ ജുഡീഷ്യസ് ആയിട്ടുള്ള കൾട്ടിവേഷൻ പ്രാക്ടീസസിൽ കൂടി വിത്തിൻ ഫ്യൂ ഇയേഴ്സ് നമുക്ക് ഈ മണ്ണിനെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുവാൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ട് വരുന്നത്. അത് അതിന്റെ മേജർ റീസൺസ് ഞാൻ ഇനി വരുന്ന സ്ലൈഡ്സിൽ പറയാം. അപ്പോ
നമ്മള് കൂടുതൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡിപ്പെൻഡൻസ് ഓൺ ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൂടുന്നു. അതിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വരുമ്പോൾ നമ്മള് കൂടുതൽ മിനിമം പീരീഡിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ റിസൾട്ട് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ, ബേസ് നമ്മൾ നോക്കില്ല എന്ന് പറയുമ്പം കൂടുതൽ കെമിക്കൽ മീൻസിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഈ മണ്ണിന് ആവശ്യമാണോ, അതിന് അത്രയും ഇതിൽ ഇത്രയും ചെല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഒരു കാരണം നമ്മുടെ മണ്ണ് ഇത്ര പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണം. അതോടൊപ്പം തന്നെ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രോപ്പർ മെഷേഴ്സ് നമ്മൾ പലതും എടുക്കാതെയുള്ള കൃഷിരീതികളും മറ്റുമാണ് ഇത്രത്തോളം മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന മണ്ണിനെ വളരെ കുറഞ്ഞ പീരീഡ് കൊണ്ട് നാമാവശേഷമാക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പല മണ്ണുകളുടെയും, അതായത് നമ്മുടെ സോയിൽസ് എല്ലാം തന്നെ മണ്ണുകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ വളരെ കുറഞ്ഞ പീരീഡുകളിൽ തന്നെ, അതായത് 10 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വളരെയധികം കോൺസിക്വൻസസ് നമ്മൾ കേരളീയർ പോലും അനുഭവിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ മണ്ണിന് പ്രധാന പ്രശ്നങ്ങൾ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, മണ്ണ് വളരെ റീസൺസ് ഉണ്ട് നമ്മുടെ മണ്ണ് നശിക്കാനായിട്ട്. അപ്പൊ അതിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസും നാച്ചുറൽ ഫാക്ടേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതില് ഡീഗ്രഡേഷൻ, അപ്പൊ ഇതൊരു ജനറൽ ഇതാണ്. നമ്മുടെ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത് പല രീതിയിലാണ്. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് പല കാരണത്തിൽ കൂടെ, അതായത് നമ്മുടെ ഇറോഷൻ എന്ന് പറയുമ്പോൾ അത് വിൻഡ് ഇറോഷൻ ആവാം, വാട്ടർ ഇറോഷൻ ആവാം, ചിലയിടത്ത് വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ആവാം. നമ്മുടെ മണ്ണ് ഉണ്ടാകുമ്പം, അതായത് നമ്മുടെ ഒരു ബേസിക് പേരന്റ് മെറ്റീരിയലിൽ നിന്ന് അത് പൊടിഞ്ഞ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈ വിൻഡ്, വാട്ടർ, അതുപോലെ നാച്ചുറൽ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നാണ് നമ്മുടെ മണ്ണ് വെതറിങ്ങിൽ കൂടി, പല തരത്തിലുള്ള വെതറിങ്ങിൽ കൂടി ആണ് അവസാനം മണ്ണിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ പേരന്റ് മെറ്റീരിയൽ അനുസരിച്ച് മണ്ണിന്റെ സ്വഭാവ വിശേഷങ്ങളിൽ ധാരാളം വ്യത്യാസം വരും. ചിലത് ആസിഡ് ആയിരിക്കാം, ചിലത് ആൽക്കലൈൻ ആയിരിക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് വാട്ടർ ലോക്ഡ് കണ്ടീഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് മൈനിങ് ആക്ടിവിറ്റീസ് വരും, നമുക്ക് കൂടുതൽ ഇൻഡസ്ട്രിയൽ ഏരിയാസ് വരും, അവിടെ നിന്നുള്ള എഫ്ലുവൻസ് വരും. ഈ രീതിയിൽ പല രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ ഫിഗർ നോക്കിയാലും ശരി, ഇന്ത്യയുടെ ഫിഗർ ആയാലും ശരി, നമ്മുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒരു നല്ല ശതമാനം ഓൾറെഡി എക്സ്ട്രീംലി ഡീഗ്രേഡഡ് ഓർ ഇൻ സ്റ്റേജസ് ഓഫ് ഡീഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ അവസ്ഥയിലാണ്. അപ്പോ മേജർ റീസൺസ് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ കൂടെ ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫാക്ടേഴ്സ് ആവാം. അപ്പൊ സം ഓഫ് ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പറഞ്ഞു പോകാം. അപ്പൊ നമുക്കൊരു ധാരണ കിട്ടും നമ്മളുടെ എന്ത് പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ മണ്ണ് ഇത്രയും നശിക്കാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് നമ്മുടെ ഒരു പോപ്പുലേഷൻ എക്സ്പാൻഷൻ ആണ്. നമുക്കറിയാം അറ്റ് വൺ എൻഡ് നമ്മുടെ പോപ്പുലേഷൻ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ അവൈലബിൾ ലാൻഡ് ഏരിയ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അർബനൈസേഷൻ വളരെയധികം കൂടുന്നു. അപ്പോൾ അർബനൈസേഷൻ കൂടുമ്പോൾ എക്സിസ്റ്റിംഗ് അർബൻ ലാൻഡ്സിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് വളരെയധികം കൂടും. അപ്പൊ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബേസിക്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്താണോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് വരേണ്ടത്, അല്ലെങ്കിൽ എന്താണോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരേണ്ടത്, അതിലാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ബേസിക് റിസോഴ്സിനെ അത് വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പോപ്പുലേഷനെ മീറ്റ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് ലാൻഡ് ഏരിയ കുറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റൻസീവ് കൾട്ടിവേഷൻ പ്രാക്ടീസസ് തന്നെയാണ്. അതായത് പെർ ഏരിയയിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂട്ടുക. അപ്പൊ അവിടെയാണ് നമ്മൾ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസിലേക്ക് കൂടുതൽ പോകുന്നത്. ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഹൈ ന്യൂട്രിയൻ ഡിമാൻഡിങ് ആണ്. നമുക്ക് വളരെ അധികം ഈൽഡ് തരാൻ കഴിവുള്ള ഒരു ഹൈ ഈൽഡിംഗ് വെറൈറ്റി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൂടുതൽ മൂലകങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ കൂടുതൽ മൂലകങ്ങൾ ആവശ്യം വരാൻ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലേക്ക് ശ്രദ്ധ തിരിക്കും. ആ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ബേസിക് മണ്ണിന്റെ ബേസിക് സ്വഭാവം എടുത്തിട്ടല്ല ഈ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. റാൻഡമായി അല്ലെങ്കിൽ
നമ്മുടെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോ മണ്ണിനെ സംബന്ധിച്ച് ഇത്രയും ഫെർട്ടിലൈസർ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൊടുക്കുന്ന ന്യൂട്രിയൻസ് മുഴുവൻ അറ്റ് എ ടൈം ഈ മണ്ണിന് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ കുറച്ച് ചെടി വലിച്ചെടുക്കും. ആ മണ്ണിന്റെ കണ്ടീഷൻ, അത് തുടർന്ന് വരുന്ന സ്ലൈഡ്സിൽ എന്താണ് ഈ കണ്ടീഷൻ എന്ന് ഞാൻ പറയും. അപ്പോ മണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചില മണ്ണുകളിൽ പെട്ടെന്ന് തന്നെ നല്ല സ്വഭാവമുള്ള മണ്ണുകളിലാണ് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഒരു പരിധിവരെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളത് ആ മണ്ണിൽ റീറ്റെയിൻ ചെയ്യും. മണ്ണിൽ റീറ്റെൻഷൻ നടക്കണമെങ്കിൽ അതിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാന്ന് വരുമ്പം എക്സസ് ആയിട്ടുള്ള കൊടുത്ത ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ പിടിച്ചു വെക്കാതെ വരുമ്പം അത് അവിടെ നിന്ന് പലതരം ലോസസ്, ലീച്ചിങ് ആയിട്ടും വോളറ്റിലൈസേഷൻ ആയിട്ടും പല ലോസസ് ഉണ്ടാവും. ഈ ലോസസിൽ കൂടി മണ്ണിൽ നിന്ന് പോവുക അവസാനം അത് എത്തിച്ചേരുന്നത് നമ്മുടെ മറ്റൊരു പ്രഷ്യസ് റിസോഴ്സായ വാട്ടർ റിസോഴ്സസിലേക്കാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന മറ്റൊരു വലിയ ഗുരുതര പ്രശ്നമാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി അക്വാട്ടിക് റിസോഴ്സസ് ഹൈലി പൊല്യൂട്ടഡ് കണ്ടീഷനിലാണ്. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതുപോലെയുള്ള ഇന്റൻസീവ് കൾട്ടിവേഷൻ പ്രാക്ടീസസും നമ്മുടെ ഒരു ലോജിക് തിങ്കിങ് ഇല്ലാത്തുള്ള കൾട്ടിവേഷൻ അൺസസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസുമാണ്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഇറിഗേഷൻ. ഇംപ്രോപ്പർ ഇറിഗേഷൻ സെൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഹൈ ഈൽഡിങ് വെറൈറ്റി അല്ലെങ്കിൽ കൂടുതൽ ഈൽഡ് വരേണ്ട ഒരു ക്രോപ്പ് വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ റെയിൻഫെഡ് മാത്രം, ഇപ്പൊ തന്നെ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് 2 തരം മൺസൂൺ കാലഘട്ടമാണ്, സൗത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റും മൺസൂൺ. ഇതെല്ലാം ഇന്ന് സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും. പക്ഷെ ഇന്ന് നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇറയിലേക്ക് വന്നപ്പോൾ ഇന്ന പീരീഡ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ തുടങ്ങും എന്ന് നമുക്ക് ഒന്ന് ദൃഢമായി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ നമ്മുടെ റെയിൻഫോൾ പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം അത് നിരീക്ഷിക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് റെയിൻഫോൾ അല്ല ഇവിടെ ഒരു ഭയങ്കര ഡിസ്ട്രക്റ്റിംഗ് ഫാക്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഉണ്ടാകുന്ന മഴ വളരെ ഇന്റൻസ് റെയിൻഫോൾ ആണ് ചെറിയ ഷോർട്ട് പീരീഡിൽ ഉണ്ടാവുക. ഓൾറെഡി നമ്മുടെ മണ്ണ് കുറെ നശിച്ചു പോയി. പിന്നെ നമ്മുടെ തന്നെ പലതരം ടൈലിങ്, ഒരു സോയിൽ സീലിംഗ് പ്രാക്ടീസസ് ഒക്കെ വന്നപ്പോ ഉള്ള വെള്ളം നമുക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മഴയുടെ നല്ലൊരു ശതമാനവും ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അവിടെയും നമ്മുടെ മണ്ണ് നശിക്കുകയാണ്. പിന്നെ ഇറിഗേഷൻ പ്രാക്ടീസസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശുദ്ധ ഇറിഗേഷൻ വാട്ടറിനും ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം അല്ലെങ്കിൽ ലവണം അംശത്തിന്റെ അളവ്. അപ്പൊ അത് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ആ മണ്ണിന്റെ നമ്മൾ സ്ട്രക്ചർ ഘടന എന്നൊക്കെ പറയുമ്പോൾ ഈ ഘടനയെ കൊടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഘടനയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ചില മൂലകങ്ങൾ അവിടെ ഉണ്ട്. അതിന് വിപരീതമായ മൂലകങ്ങൾ ചെല്ലുമ്പോൾ ഈ ഘടനയെ നിലനിർത്തുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഘടനയെ വിഘടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന് ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ആണ് ഈ സോഡിയം അടങ്ങിയ മൂലകങ്ങൾ. അപ്പൊ സോൾട്ട് അംശം അടങ്ങിയ ഇറിഗേഷൻ വാട്ടർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മണ്ണ് നശിക്കുകയാണ്. അപ്പൊ അതിലൂടെയും നമ്മുടെ മണ്ണ് നശിക്കുന്നുണ്ട്. പിന്നെ ഈ ഇന്റൻസീവ് കൾട്ടിവേഷൻ പ്രാക്ടീസസ് വരുമ്പോൾ വളരെയധികം വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടാവും. ഗ്രോത്ത് കൂടുമ്പം സ്വാഭാവികമായിട്ടും അവിടെ പെസ്റ്റ് ആൻഡ് ഡിസീസ് ഇൻസിഡൻസിന്റെ റേറ്റും വളരെയധികം കൂടും. അപ്പൊ അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂട്രിയൻ അല്ലെങ്കിൽ ഒരു പെസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓവറായിട്ടുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അംശങ്ങൾ വീണും നമ്മുടെ മണ്ണ് അതുപോലെ നമ്മുടെ ജലം മലിനപ്പെടുന്ന ഒരു അവസ്ഥ വരും. പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ഡീഫോറസ്റ്റേഷന്റെ കാര്യം. ഡീഫോറസ്റ്റേഷൻ വരുമ്പോൾ അറിയാം നമുക്ക് വന നശീകരണം വരുമ്പം സ്വാഭാവികമായിട്ടും മണ്ണ് പിടിച്ചു നിർത്താനുള്ള മരങ്ങൾ ഇല്ലാതായി പോകുന്നു. മണ്ണിനൊരു കവർ എപ്പോഴും വനങ്ങള് അല്ലെങ്കിൽ മണ്ണിന്റെ പുറത്ത് ഒരു സർഫസ് കവർ, ഒരു ഗ്രീൻ കവർ വളരെ അത്യാവശ്യമാണ്. അത് ഇല്ലാതെ വരുമ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയും നമ്മുടെ മണ്ണ് നശിച്ചു പോകും. അർബൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചുറ്റുപാടും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മൈനിങ് ആക്ടിവിറ്റീസ്, അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം തന്നെ നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്ന പ്രധാന ചില കാരണങ്ങളാണ്. പിന്നെ അതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദ സെൻസ് നമുക്ക് ധാരാളം വേസ്റ്റുകൾ, അത് ഇൻ ദ സെൻസ്
നമുക്ക് ഓർഗാനിക് ആയിട്ടും ഇനോർഗാനിക് ആയിട്ടും വളരെയധികം വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മേജർ ഇനോർഗാനിക് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ മണ്ണിനെ വളരെ അധികം ദോഷം ചെയ്യും. നമുക്കറിയാം, കാലങ്ങളോളം കിടന്നാലും ഇത് ഡീഗ്രേഡ് ചെയ്യാതെ, പക്ഷെ മണ്ണിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ അത് നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ദൂഷ്യം വരും. അതേസമയം ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെയധികം രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് പൊതുവെ തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, അവർക്ക് അവനവന്റെ വീടും പരിസരവും വളരെ വൃത്തിയായും നീറ്റായിട്ടും സൂക്ഷിക്കും. പക്ഷെ തൊട്ട് അയൽവക്കത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റിനെ വളരെ തന്ത്രപൂർവ്വം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി നമുക്ക് കൃത്യമായി എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോയി കളയും, അല്ലെ? തൊട്ടപ്പുറത്ത് കുറച്ച് ആരും ശ്രദ്ധിക്കാത്തൊരു ഭൂമി കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്പുറത്ത് തന്നെ ഇടും. പക്ഷെ അതിന് പകരം, ഈ കവറിൽ കെട്ടുന്നതിന് പകരം നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഇത് അവിടെ നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. അത് അതിൽ പ്രവർത്തിക്കും. സ്വാഭാവികമായ ഒരു കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ അവിടെ നടക്കും. അതിലൂടെ കുറച്ച് മൂലകങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് ചെല്ലും. നമ്മുടെ മണ്ണ് പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൽ കെട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, ഇതിങ്ങനെ ടൺ കണക്കിന് കൂടുമ്പോൾ നമുക്ക് ഇപ്പം ഡോക്ടർ ഫാമിലിയോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോ ഈ പുതിയ പുതിയ അസുഖങ്ങളെ പറ്റി എന്നെക്കാളും വളരെ നന്നായി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷനിലേക്ക് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് നാച്ചുറലി നമ്മുടെ നാച്ചുറലായ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെ? ഇറോഷൻ ആയാലും ലാൻഡ് സ്ലൈഡ്, ഫ്ലഡിങ്, ഇതെല്ലാം നാച്ചുറലായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് ഈ നാച്ചുറൽ കാര്യങ്ങളെ വളരെയധികം ആഘാതം കൂട്ടുന്നുണ്ട്. ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2017 തൊട്ട് തുടങ്ങി ഓരോ വർഷവും ഓരോ തരം നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിവേചനമില്ലാത്ത ഓരോ പ്രവൃത്തികളിലൂടെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ എക്സ്ട്രീം വെതർ ഈവന്റ്സിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സോയിൽ ഡീഗ്രഡേഷന് വളരെയധികം ആഘാതം കൂട്ടും. അപ്പൊ മണ്ണില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമ്മുടെ ഉൽപാദനം വളരെയധികം കൂടും. ഇപ്പൊ കേരളത്തെ പറ്റി പറയുന്നത് തന്നെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതായത് ബയോഡൈവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് കേരളത്തെ കൺസിഡർ ചെയ്തത്. പക്ഷെ ഇന്ന് നേരെ വിപരീതമാണ്. നമുക്ക് നാച്ചുറലായ പല സസ്യജാലങ്ങളും അതുപോലെ ജന്തുജാലങ്ങളും ഒക്കെ ഇവിടെ വിട്ട് പറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പം നമ്മുടെ ആ ഒരു ഭക്ഷ്യ സുരക്ഷയെ ഇത് വളരെയധികം ബാധിക്കും. പിന്നെ കണ്ടാമിനേഷൻ, പൊല്യൂഷൻ എല്ലാം ഇന്ന് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ സ്ലൈഡ് വെക്കാനായിട്ട് കാരണം. നമ്മുടെ 2018 ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ആണ് നമ്മുടെ മണ്ണ് മാറിപ്പോയിട്ടുള്ളതെന്ന്. അതായത് 2018 ഫ്ലഡ് എന്ന് പറയുമ്പോൾ കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിനെയും വളരെയധികം നെഗറ്റീവായി ബാധിച്ചതാണ്. അതായത് നമ്മുടെ മണ്ണ് മൊത്തം, മണ്ണ് എസ്പെഷ്യലി നമ്മുടെ സർഫസ് സോയിൽ മൊത്തം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായത്. അത്രയും അധികം മണ്ണിന് ദോഷമാണ് അതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ലാൻഡ് സ്ലൈഡ് ആയിട്ടും അതുപോലെ നമുക്ക് വളരെയധികം നാശനഷ്ടം സംഭവിച്ചതാണ്. അപ്പോ സാർ നേരത്തെ ഇൻട്രൊഡക്ടറി സെഷനിൽ പറഞ്ഞു, മണ്ണിന്റെ ആ ഒരു മണ്ണും മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം ഇണപിഴിഞ്ഞ് കിടക്കുന്നതാണിത്. അതായത് നമുക്കറിയാം ബേസിക് പ്രൊഡക്ഷൻ എന്ന ആ ഒരു ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് കൊണ്ട് ഭൂമിയിൽ ആഹാരം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരേ ഒരു ചെടികളാണ്. ആ ചെടികൾ നിൽക്കേണ്ടത് എവിടെയാണ്? മണ്ണിലാണ്. പക്ഷെ ഇപ്പം മണ്ണില്ലാ കൃഷിയെ കുറിച്ചൊക്കെ റിസർച്ചുകളും അതുപോലെ കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനൊരു വളരെ പരിമിതിയുണ്ട്. കാരണം ഇപ്പം ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാലും അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും
പിന്നെ അതിൽ നമുക്ക് എല്ലാ ക്രോപ്പുകളും വളരെ വളരെ വിരളമായ കുറച്ച് ക്രോപ്പുകൾ മാത്രമേ നമുക്ക് ഹൈഡ്രോപോണിക്സിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഇത്രയും ഇത്രയും ഇമ്പോർട്ടന്റ് ആയ മണ്ണിന് എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. മണ്ണ് എന്താണ്? അപ്പം മണ്ണിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മണ്ണ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോ മണ്ണെന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാറ പൊടിഞ്ഞ, അപ്പൊ എല്ലാ പൊതുവേ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു കോമൺ മാന്റെ ഒരു മണ്ണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പാറ പൊടിഞ്ഞുണ്ടാകുന്ന ഒരു ഇനേർട്ട് മെറ്റീരിയൽ ആണ് മണ്ണെന്നാണ്, അല്ലെങ്കിൽ ഒരു പൊടിയാണ്, പാറപ്പൊടിയാണ് മണ്ണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യനെ പോലെ തന്നെ മണ്ണിനും എന്താണ്? ജീവനുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മണ്ണിന്റെ കോമ്പോസിഷൻ, അതായത് എന്തൊക്കെയാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. മണ്ണും ഒരു 3 സ്റ്റേറ്റ് മാറ്റർ ആണ്. അതായത് സോളിഡ് പോർഷൻ ഉണ്ട്, അതിൽ വായു ഉണ്ട്, അതുപോലെ വെള്ളമുണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ് മണ്ണെന്ന് പറയുന്നത്. ഇതിൽ എടുത്തു കാണിച്ചിരിക്കുന്ന, അതായത് നമുക്ക് വെറും 5% ആണ് നമ്മുടെ ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഓർഗാനിക് മാറ്റർ ആണ് മണ്ണിന് ശരിക്കും ജീവൻ കൊടുക്കുന്നത്. ഈ 5% എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മണ്ണിലും 5% ആയിരിക്കണം എന്നില്ല. ചില മണ്ണിൽ ഈവൻ 5% കൂടാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു ആവറേജ് അംശമാണ്. ഈ പറയുന്ന 5% ശരിക്കും മണ്ണിന് ജീവൻ കൊടുക്കുന്നത്. ജീവൻ ഇൻ ദ സെൻസ്, മണ്ണിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മണ്ണിലൊരു വളം കൊടുക്കുന്നു. നമ്മൾ യൂറിയ എന്ന് പറയുന്ന വളം നൈട്രജൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നു, മണ്ണിലേക്ക് കൊടുക്കുന്നു. പക്ഷെ ചെടി ഒരിക്കലും നൈട്രജൻ അല്ല വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ യൂറിയ അല്ല ചെടി വലിച്ചെടുക്കുന്നത്. യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനെ ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രൂപാന്തരത്തിലേക്ക് മാറ്റപ്പെടണം. ആ മാറ്റം സംഭവിക്കണമെങ്കിൽ അത് മണ്ണിലെ ഓർഗാനിക് മാറ്റർ, അതായത് മണ്ണിലെ ജൈവ പദാർത്ഥങ്ങൾ, ആ ഒരു ബയോളജിയാണ് ആ ഒരു പർട്ടിക്കുലർ പ്രവർത്തനത്തെ സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മണ്ണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കോംപ്ലക്സ് മിക്സ്ചർ ആണ്. ഇതെങ്ങനെ ഈ ഒരു പ്രൊപ്പോർഷൻ, ഇതിപ്പം നമ്മളൊരു ആവറേജ് ആണ് പറഞ്ഞത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യും. ഈ ഒരു വേരിയേഷൻ, അപ്പം എയർ എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. വായുസഞ്ചാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 2018 ഫ്ലഡും തുടർന്ന് പത്രങ്ങളിൽ വന്ന ന്യൂസും വായിച്ചിട്ടുള്ളവർക്കറിയാം. അന്ന് ഒരു 6 ദിവസം, അതായത് ഒരാഴ്ചയോളം എന്താണ് നമ്മുടെ ജലം പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയും ഒരു ഫ്ലഡഡ് കണ്ടീഷനും, തുടർന്ന് വലിയ വലിയ മരങ്ങൾ വരെ നിന്ന നിപ്പിൽ ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ വളരെ വിരളം ചെടികൾക്ക് മാത്രമേ ആ ഒരു ഫ്ലഡഡ് കണ്ടീഷനെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് വായുവിന്റെ പ്രാധാന്യമാണ്. അപ്പോ ഇത് അതിന്റെ പല പല കോമ്പോസിഷനാണ്. ഇനി മണ്ണിനെ നമുക്കൊന്ന്, അതായത് ഒരു മണ്ണിനെ നമ്മൾ താഴോട്ട് എടുത്താൽ, താഴോട്ട് ഇറങ്ങി ചെന്നാൽ പല പല ലെയറുകളായിട്ട് നമുക്ക് മണ്ണിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ഒരു നല്ല ഹിൽ ടോപ്പ് ഏരിയയിലൊക്കെ പോകുമ്പോൾ കൂടുതലും അവിടെ നമുക്കറിയാം ഇറോഷന്റെയും ലാൻഡ്സ്ലൈഡിന്റെയും ഒക്കെ ഇഫക്റ്റ് കാണാം. അവിടെയൊക്കെ കുറച്ചുകൂടെ നമുക്ക് മണ്ണിനെ ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അവിടെ പല പല കളറുകളിൽ മണ്ണ് കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത് നമ്മളൊരു മണ്ണിനെ ഇങ്ങനെ വെട്ടി താഴോട്ട് പോയാൽ അതിന്റെ പല പല പോർഷൻസ് കാണാം. അതിന്റെ ഏറ്റവും സർഫസിലായിരിക്കും കൂടുതൽ ജൈവ പദാർത്ഥങ്ങൾ വരിക. കാരണം കൂടുതൽ ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസും എല്ലാം വരുന്നത് നമ്മുടെ ആ ഒരു സർഫസ്, ഞാൻ പറഞ്ഞു നേരത്തെ, ടോപ്പ് 15 സെന്റിമീറ്റർ ലെയർ ആയിരിക്കും. അതാണ് നമ്മുടെ സർഫസ് ലെയർ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ ഓർഗാനിക് മാറ്ററിന്റെ അല്ലെങ്കിൽ ജൈവ പദാർത്ഥത്തിന്റെ ഒരു ലെയർ കാണും. അതിന്റെ താഴെ ടോപ്പ് സോയിൽ. ഈ ടോപ്പ് സോയിലിൽ തന്നെ ഉള്ള ഇപ്പം ന്യൂട്രിയൻസ് ആണെങ്കിലും അവിടെയുള്ള മിനറൽ എലമെന്റ്സ് ഒക്കെ ആണെങ്കിലും പല സർഫസ് നമ്മുടെ ഏജൻസ് വഴി, അല്ലെങ്കിൽ വിൻഡോ വാട്ടറിന്റെ ഒക്കെ ഇഫക്റ്റ് വഴി ഇതിൽ നിന്ന് കുറെയൊക്കെ ഒലിച്ചു പോകും. ആ ഒലിച്ചു പോകുന്നത് വന്ന് കിടക്കുന്നത് അതിന്റെ താഴത്തെ ലെയറിലായിരിക്കും. അതായത് താഴെ ഒരു 15 മുതൽ 30 സെന്റിമീറ്റർ താഴെയായിരിക്കും. അതിനെയാണ് നമ്മൾ സബ് സോയിൽ എന്ന് പറയുക. അപ്പൊ കൂടുതലായിട്ട് ലാറ്ററൈസേഷൻ, അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു
ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് നമ്മുടേത്. ഹൈ വെതർ റെയിൻഫോൾ ആണ്, അതോടൊപ്പം തന്നെ ഹൈ ടെമ്പറേച്ചറും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് നമ്മുടേത്. അവിടെ ഇന്റൻസ് ലീച്ചിങ്, ഈ ഹൈ റെയിൻഫോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇന്റൻസ് ലീച്ചിങ് സംഭവിക്കും. നമുക്ക് മഴ ഒരു മഴ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ മഴയിൽ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ കളർ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. അപ്പൊ അവിടെ ഇന്റൻസ് ലീച്ചിങ് സംഭവിക്കുകയാണ്. ആ ഇന്റൻസ് ലീച്ചിങ്ങിന് ശേഷം മിക്കവാറും ഡെപ്പോസിറ്റഡ് ആവുന്നത് ഈ 15 to 30 സെന്റിമീറ്റർ ലെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള പെർട്ടിക്കുലർലി ലാറ്ററൈറ്റ് സോയിൽസ് ഒക്കെ വളരെ ന്യൂട്രിയൻ പുവർ ആണെന്ന് പറയാൻ കാരണം ഈ ഇന്റൻസ് ലീച്ചിങ്ങിന്റെ ഇഫക്റ്റ് കൊണ്ടാണ്. അതിന്റെ താഴെയാണ് നമുക്ക് ഈ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ. ഏറ്റവും താഴെ നമുക്ക് ബെഡ് റോക്ക് ആണ്. ഈ ബെഡ് റോക്കിൽ നിന്നാണ് നമുക്ക് പാറ പൊടിഞ്ഞു തുടങ്ങും. അതിന്റെ തൊട്ടു മുകളിലാണ് വെതേർഡ് റോക്ക്. ഈ വെതേർഡ് പോർഷനിലാണ് നമ്മുടെ ഡിഫറെന്റ് ഏജൻസീസിന്റെ ഇൻഫ്ലുവൻസ് വഴി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിങ് നടന്ന് നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ സോയിൽ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ഒരു സോയിലിന്റെ സ്ട്രക്ചർ. ഇതിനെ പ്രൊഫൈൽ എന്നാണ് പറയുക. അപ്പോ മണ്ണിന് പല കോമ്പോസിഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഒരു മണ്ണിന് ആരോഗ്യമുള്ള മണ്ണാണോ എന്ന് അറിയാൻ പല ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ പറയുമ്പോൾ നമ്മുടെ മനുഷ്യന് ആരോഗ്യമുണ്ടോ എന്ന് നോക്കാൻ ആദ്യം നമ്മുടെ BP നോക്കും, നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ നോക്കും. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഒരു ജനറൽ ആയിട്ട് ആ മനുഷ്യനൊരു ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കാം. അതുപോലെ തന്നെ മണ്ണിനും ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് മണ്ണിന് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി അല്ലെ, മണ്ണിന് മിനറൽ മാറ്റർ ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ മണ്ണിന്റെ ആരോഗ്യം നിശ്ചയിക്കാൻ ചില സൂചികകളുണ്ട്. അതായത് ഭൗതികപരമായ അല്ലെങ്കിൽ ഫിസിക്കലായ ചില പ്രോപ്പർട്ടീസ് ഉണ്ട് മണ്ണിന്, കെമിക്കലായ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് രാസപരമായ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ആ മണ്ണിന് ആരോഗ്യമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അതായത് ഈ മണ്ണിന്റെ ഈ പല പല ക്വാളിറ്റീസ് അസസ് ചെയ്തതിന് ശേഷം ഒരു സോയിൽ ഹെൽത്ത് കാർഡ് തന്നെ ആ പെർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടി എടുക്കും. ആ സോയിൽ ഹെൽത്ത് കാർഡിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കും ഈ മണ്ണിന്റെ പ്രധാന സ്വഭാവങ്ങൾ, ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഒരു പർട്ടിക്കുലർ ക്രോപ്പ് ഇടുമ്പം എന്തൊക്കെയാണ് മണ്ണിന് കൊടുക്കേണ്ട ന്യൂട്രിയൻസ്, എന്തൊക്കെ സംരക്ഷണ മാർഗങ്ങളാണ് ആ പർട്ടിക്കുലർ മണ്ണിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോയിൽ ഹെൽത്ത് കാർഡ്. ഇന്നത് വളരെയധികം, അതായത് ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിന് വളരെയധികം പ്രൊമോഷൻ കൊടുക്കുകയും എല്ലാ പഞ്ചായത്ത് ലെവലിലും ഈ സോയിൽ ഹെൽത്ത് കാർഡ് മണ്ണ് പരിശോധിച്ച് റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഒരു മണ്ണെന്ന് പറയുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടും അതിന്റെ കളറ് തന്നെയാണ് അല്ലെ. ആ കളറ് ഒരു ഇമ്പോർട്ടന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. പല സമയവും കളറ് വെച്ചിട്ട് നമുക്കത് ഇപ്പം അയേൺ അംശം കൂടുതലുള്ള മണ്ണാണോ, അല്ല അത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലഡഡ് കണ്ടീഷനിൽ കിടക്കുന്ന മണ്ണിന് വേറൊരു തരം കളറായിരിക്കും. ഹില്ലി റീജിയൻസിലേക്ക് പോകുമ്പോൾ ആ മണ്ണിന് കൂടുതൽ വേറൊരു അംശമായിരിക്കും അല്ലെ, കൂടുതൽ ഇറോഷനൊക്കെ വന്നിട്ട് ആ മണ്ണിന്റെ ഒരു സ്വഭാവം തന്നെ വേറെ ആയിരിക്കും. അതേസമയം വനമേഖലയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മണ്ണിന്റെ കളർ വേറൊരു രീതിയിലായിരിക്കും, കൂടുതൽ ഡാർക്ക് കളേർഡ്. അപ്പൊ ഇങ്ങനെ കളർ അനുസരിച്ച് തന്നെ നമുക്ക് മണ്ണിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ അതൊരു വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്, അതായത് മണ്ണിന്റെ ഘടന. അപ്പോ നമ്മള് മണ്ണിലേക്ക് എത്ര തന്നെ ന്യൂട്രിയൻസ് കൊടുത്താലും എത്ര തന്നെ വളങ്ങൾ കൊടുത്താലും അത് ചെടിക്ക് എടുക്കുന്ന ഒരു രൂപത്തിലാവണമെങ്കിൽ അതിന്റെ സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് വേറെ ചില ഇമ്പോർട്ടന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജലം ആ മണ്ണിലേക്ക് ഊർന്നിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇപ്പൊ ഒരു മഴ തന്നെ പെയ്താൽ വെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഊർന്നിറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഘടനയുള്ള സോയിൽ ആയിരിക്കും. അവിടെ ഫ്ലഡിങ്ങിന്റെ ആ ഒരു ഇന്റൻസിറ്റി തന്നെ കുറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആവശ്യത്തിന് വെറ്റ്ലാൻഡ്സ് വേണം എന്ന് പറയുന്നത്. എങ്കിലേ വെള്ളത്തെ അല്ലെങ്കിൽ വെള്ളം ഊർന്നു പോകാനുള്ള ഒരു സംവിധാനം ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വെറ്റ്ലാൻഡിന്റെ ഇമ്പോർട്ടൻസ് വളരെ എടുത്ത് പറയുന്നത്. പിന്നെ കൂടാതെ വേറെ ഡെപ്ത്, ബഗ് ഡെൻസിറ്റി, ഇങ്ങനെ വേറെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ രാസപരമായ പ്രോപ്പർട്ടികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മണ്ണിന്റെ pH. pH എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാം, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ അയോൺ ആക്ടിവിറ്റി എന്താണോ അതാണ് നമ്മുടെ pHന്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്
ഇൻ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ആൻഡ് ആൽക്കലിനിറ്റി. അപ്പോൾ പി എച്ചിന്റെ ഒരു ന്യൂട്രൽ പി എച്ച് ന്യൂട്രലിൽ നിന്ന് വളരെയധികം കുറവാണെങ്കിൽ ലോവർ പി എച്ചിലേക്ക് 0 വരികയാണെങ്കിൽ അതൊരു അസിഡിക് സോയിലും പി എച്ച് 7 എബോവ് ആണെങ്കിൽ അതൊരു ആൽക്കലൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് സോയിലായിട്ട് മാറും. അപ്പം ആ ഒരു പി എച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചാണ് ന്യൂട്രിയൻ അവൈലബിലിറ്റി. ചെടികൾക്ക് ധാരാളം മൂലകങ്ങൾ ആവശ്യമാണ്. ഈ മൂലകങ്ങൾ ചെടിക്ക് അവൈലബിൾ ആകുന്ന ഫോമിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ് പി എച്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഫെർട്ടിലിറ്റി, അതായത് അതിൽ എത്രത്തോളം ന്യൂട്രിയന്റ് അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് സോയിൽ ടെസ്റ്റിംഗ് വഴി അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ പൊല്യൂട്ടൻസ് ഇൻ ദ സെൻസ്, ഇപ്പം ഈ ഹെവി മെറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഒരു മേജർ കൺസേൺ ആണ്. അപ്പൊ നമുക്ക് സോയിൽ അനലൈസ് ചെയ്യാം. അതൊരു പ്രത്യേക തരത്തിൽ അനാലിസിസ് നടത്തുമ്പോൾ അവിടെ ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. അതുപോലെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു മണ്ണിൽ എത്രത്തോളം സൂക്ഷ്മജീവികൾ, അതായത് മെയിൻലി നമ്മൾ ബാക്ടീരിയ, ഫംജി, ആക്ടിനോമൈസിഡ് പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് നോക്കും. പിന്നെ അതുപോലെ മണ്ണിന്റെ എൻസൈം ആക്ടിവിറ്റി, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഒരു യൂറിയ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കൺവേർഷൻ സംഭവിക്കണം എന്ന് പറഞ്ഞു. ആ കൺവേർഷൻ സംഭവിക്കണമെങ്കിൽ മണ്ണിലെ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടായിരിക്കണം. ആ യൂറിയേസ് എൻസൈം അപ്പൊ അത് ആക്റ്റീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിന്റെ സോയിൽ ബയോളജിയാണ്. അതുപോലെ മണ്ണിന്റെ സോയിൽ റെസ്പിറേഷൻ ഇൻ ദ സെൻസ് അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ റെസ്പിറേഷൻ റേറ്റ് വെച്ചിട്ട് നമുക്ക് ആ സോയിലിന്റെ ബയോളജിക്കൽ ക്വാളിറ്റി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് സം ഓഫ് ദ മേജർ സോയിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാ കളർ കാണിക്കാൻ സൂചിപ്പിച്ചതേ. അപ്പൊ ഈ ഒരു കളർ ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്കൊരു ചെറിയ ധാരണ കിട്ടും ആ മണ്ണ് എത്രത്തോളമാണ്. അപ്പൊ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ടിപ്പിക്കൽ റെഡ് കളർ. റെഡ് കളർ എന്ന് പറയുമ്പോൾ അവിടെ അയേൺ കണ്ടന്റ് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അയേൺ കണ്ടന്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പറയാം പി എച്ച് വളരെയധികം കുറഞ്ഞ ഒരു മണ്ണായിരിക്കും. പി എച്ച് കുറയുമ്പോൾ അവിടെ ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അപ്പൊ അവിടെ മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഓർഗാനിക് മെനുവറിന്റെ അഡീഷൻ വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് സ്ട്രക്ചർ ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പലതരം സ്ട്രക്ചേഴ്സ്, അതായത് നമുക്ക് മണ്ണിന്റെ ആ ഒരു അവിടെയുള്ള പദാർത്ഥങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവാം. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ട്യൂബ് ലൈക്ക്, അതായത് കോളം ലൈക്ക്, ഒരു പ്രിസം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം. എന്തായാലും മണ്ണിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും നല്ല സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ അതായത് ഒരു ഉരുളൻ ഷേപ്പിൽ വരുന്ന ആ ഒരു ഇതാണ് ഏറ്റവും നല്ലത്. അതായത് ബ്ലോക്കി അറേഞ്ച്മെന്റ്സ് ആണ് ഏറ്റവും മണ്ണിനെ സംബന്ധിച്ച് നല്ലത്. കാരണം അങ്ങനെ മണ്ണില് സിൽറ്റ്, സാൻഡ് സിൽറ്റ് ക്ലേ, അതായത് അതിന്റെ സൈസ് അനുസരിച്ച് സാൻഡ് സിൽറ്റ് ക്ലേ അംശങ്ങളുണ്ട്. ഇതിന്റെ പ്രൊപ്പോർഷൻ ഏകദേശം ഒരുപോലെ വരുമ്പോഴാണ് വരുമ്പം അതിനെ നമ്മൾ ലോമി സോയിലാണ് എപ്പോഴും മണ്ണിന് ഗ്രോത്തിന്, ചെടികളുടെ ഗ്രോത്തിന് ഏറ്റവും നല്ല ടെക്സ്ചറായിട്ട് പറയുന്നത്. ഒരു സ്പൂൺ മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടാനുകൂടി സൂക്ഷ്മജീവികളാണ് ഉള്ളത്. അപ്പൊ ഈ സൂക്ഷ്മജീവികളാണ് മണ്ണിന് ശരിക്കും ലൈഫ് കൊടുക്കുന്നത്. അപ്പൊ സോയിൽ ഓർഗാനിസംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മണ്ണില്. അത് വളരെ മൈക്രോ ഓർഗാനിസംസ് ആവാം, മാക്രോ ലെവലിലുള്ളതും ആവാം. ഒരു ഹെൽത്തി സോയിൽ എന്ന് പറയുമ്പം അതിന്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിന്റെ അതായത് ആ ഒരു പർട്ടിക്കുലർ ഹെൽത്തി സോയിൽ ആണെങ്കിൽ ഫോർമോസ്റ്റ് അത് ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫോർമോസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സസ്റ്റനൻസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ എ ഹെൽത്തി സോയിൽ. അപ്പോൾ ഒരു പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോയിലിനെ ആ ഒരു ചെടികൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജീവികൾക്ക് ഒരു ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതിന് ആ ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും വാട്ടർ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയും വളരെ നല്ല രീതിയിൽ കാണും. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ഹെൽത്തി സോയിൽ എന്ന് പറയുക. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മനുഷ്യരെ സംബന്ധിച്ച് ആ ഒരു ഡെയിലി റുട്ടീനിൽ നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ചെടികളുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഈൽഡ് തരണം എന്നുണ്ടെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ട് കരുതിയിട്ടുള്ളത് 17 തരം മൂലകങ്ങളാണ്. ഇതിൽ സ്ട്രക്ചറൽ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനെ മാക്രോയും മൈക്രോ ന്യൂട്രിയൻസ് എന്നും ഉള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ അവൈലബിൾ നമ്മൾ സോയിൽ ടെസ്റ്റിംഗിൽ നോക്കുന്നത്, കെമിക്കൽ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നോക്കുന്നത് ഈ മാക്രോ ആസ് വെൽ ആസ് മൈക്രോ ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റിയാണ്. അപ്പൊ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു pH-ന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ ധാരാളം പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ മണ്ണില്. അപ്പൊ സം പ്രാക്ടീസസ് ഷുഡ് ബി അഡോപ്റ്റഡ് ഫോർ ദ എന്താണ് നമ്മുടെ സോയിൽ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഒന്ന് സോയിൽ ടെസ്റ്റിംഗ് തന്നെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ. സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് ഫർദർ മാനേജ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് പഴമക്കാരെല്ലാം പറയുന്നത്. പിന്നെ വേറൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്പ് അതായത് നമുക്കിപ്പം ഒരേ തരം ക്രോപ്പ് തന്നെ ചെയ്യാതെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ട്യൂബർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്ത സമയത്ത് മണ്ണിന് കംപ്ലീറ്റ് ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അടുത്തത് വീണ്ടും ആ പ്ലേസിൽ ഒരു ട്യൂബർ ക്രോപ്പ് നടാതെ ഒരു ലെഗുമിനസ് ക്രോപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിന് അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കഴിവുണ്ട്. സ്വാഭാവികമായിട്ടും മണ്ണ് പരിപോഷണത്തിനെ അത് സഹായിക്കും. അതുപോലെ ടില്ലേജിന്റെ പ്രാക്ടീസസ്, അതായത് മണ്ണിൽ അനാവശ്യമായിട്ട് ഡിസ്റ്റർബൻസ് കുറയ്ക്കുക. പിന്നെ കൂടുതലായിട്ട് ഓർഗാനിക് മാനുവേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് ആണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി സമ്പ്രദായം. ഈ സംയോജിത കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിറ്റി ഏരിയാസിൽ പോലും വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ വെറും ഒരു ക്രോപ്പ് മാത്രമല്ല, ക്രോപ്പിനോടൊപ്പം നമുക്ക് ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ്സും, പിന്നെ നമുക്ക് ധാരാളം ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്ന് ധാരാളം ബയോവേസ്റ്റ് ഉണ്ടാവും. ഈ ബയോവേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യാനുള്ള പലതരം മെക്കാനിസംസ് കൊണ്ടുവരാം. അങ്ങനെ അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് സപ്ലിമെന്ററി, അതായത് നമുക്ക് അഡീഷണൽ ഇൻകം വരുത്താനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ധാരാളം തെങ്ങൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ ഒരു തേനീച്ചക്കൂട് വെക്കുക. അപ്പൊ അതൊരു സപ്ലിമെന്ററി എന്റർപ്രൈസസ് ആണ്. അത് നമുക്ക് അവിടെ ഉള്ള ചെടികളുടെ ഈൽഡ് പൊട്ടൻഷ്യൽ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് കുറെ ക്രോപ്സും ലൈഫ് സ്റ്റോക്ക് മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ ഒരു ആനിമൽ കമ്പോണന്റ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സ് റീസൈക്ലിങ്ങിനുള്ള ഒരു മെക്കാനിസം കൂടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. അത് എടുത്തു പറയാൻ അതിനോടൊരു പ്രത്യേക സ്നേഹം എനിക്കുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റേഷന്റെ പേര് തന്നെ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം എന്നാണ്. അവിടെ കൂടുതലും സംയോജിത കൃഷിയും അതിനോടനുബന്ധിച്ച പരീക്ഷണങ്ങളുമാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമാണ് നടത്തി വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു, ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ ഇന്റൻസീവ് കൾട്ടിവേഷൻ വരുമ്പം സ്വാഭാവികമായിട്ടും പെസ്റ്റ് ആൻഡ് ഡിസീസസ് വളരെയധികം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിയർ കെമിക്കൽ മീൻസിലേക്ക് പോവാതെ ഒരു സംയോജിത രീതിയിൽ, അതായത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് ആസ് വെൽ ആസ് ഇൻഓർഗാനിക് രീതിയിലുള്ള ഒരു പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ് കൊണ്ടുവരിക, നമ്മുടെ മണ്ണിനെ പൊല്യൂഷനിൽ നിന്നും കണ്ടാമിനേഷനിൽ നിന്നും രക്ഷിക്കാൻ. അതുപോലെ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്. സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് മാഡം. ഞാൻ സ്പീഡപ്പ് ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബയോ റിസോഴ്സ് റീസൈക്ലിംഗ്. സോയിൽ സാമ്പിളിങ്ങിനെ അതായത് സാമ്പിളിംഗ് എന്ന് മണ്ണ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും എടുക്കുക എന്നുള്ളതല്ല. എവിടെയാണോ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സാമ്പിൾ എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില കണ്ടീഷൻസ്, അതായത് അത് എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കാൻ ഞാൻ സോയിൽ ഹെൽത്ത് കാർഡിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് ഇന്ന് മണ്ണ് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കൃഷിഭവനുകളിലുണ്ട്. അത് നമുക്ക് സോയിൽ ടെസ്റ്റിംഗ് ലാബുകളുണ്ട്. പിന്നെ അതുപോലെ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ്സ് ഉണ്ട്. കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് മോഡൽസിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. എന്തായാലും സ്പീഡപ്പ് ചെയ്യുവാണ്. ഇതാണ് പലതരം കമ്പോണൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ അതായത് നമ്മൾ സിറ്റി ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ സ്പേസ് കൺസ്ട്രെയിന്റ് വളരെയാണ് അല്ലെ. പക്ഷെ ഇപ്പൊ എല്ലാവരും സേഫ് ടു ഈറ്റ്, അതായത് നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക്, അല്ലെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഇറ വന്നപ്പോ കൾട്ടിവേഷൻ അഗ്രികൾച്ചർ പ്രാക്ടീസിലേക്ക് ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊരു ഉത്തമ ഇതാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്.
ഇപ്പൊ ടെറസ് ഫാമിംഗ് ആകുമ്പോൾ നമ്മുടെ ഒരു ചെറിയ മട്ടുപ്പാവിൽ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഒരു വീടിന് ആവശ്യമായുള്ള പച്ചക്കറികളല്ല, നമുക്ക് എല്ലാ ക്രോപ്പുകളും തന്നെ നമ്മുടെ മട്ടുപ്പാവില് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്പേസ് കൺസ്ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് പലതരം ലംബ ഘടന, അതായത് വെർട്ടിക്കൽ ഫാമിംഗ് സ്ട്രക്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. അവിടെ തന്നെ നമുക്ക് ഈ ബയോ റിസോഴ്സ് റീസൈക്ലിങ്ങിനുള്ള മെക്കാനിസം ഉണ്ടാക്കാം. അവിടെ തന്നെ നമുക്കൊരു പൗൾട്രി യൂണിറ്റ് സെറ്റ് ചെയ്യാം. അപ്പൊ അവിടെ നിന്നുള്ള പൗൾട്രി മാനുവർ നമുക്ക് ചെടിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് മോഡലിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ബയോ റിസോഴ്സ് റീസൈക്ലിംഗ് വരുമ്പോൾ അതിന്റെ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ജൈവ അവശിഷ്ടങ്ങളെ ത്രൂ പ്രോപ്പർ മെഷേഴ്സ് നമ്മൾ അതിനെ ന്യൂട്രിയൻ റിച്ച് മാനുവേഴ്സ് ആക്കി മാറ്റുകയാണ്. അത് നമ്മുടെ വീടുകളിൽ ഒക്കെ ചെയ്യാം. നമുക്ക് ബയോബിൻ സംവിധാനം, ഇപ്പം സിറ്റി ഏരിയകളിൽ വരുമ്പോൾ നമുക്ക് ബയോബിൻ സംവിധാനമുണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് വെർമി യൂണിറ്റ് ചെയ്യാം. ടെറസിന്റെ മുകളിൽ പോലും നമുക്ക് വെർമി യൂണിറ്റ് ചെയ്യാം. ബയോ ഡൈജസ്റ്റർ ഇതിപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോ നമ്മുടെ ഗവൺമെന്റ് ആക്ഷൻ പ്ലാനിൽ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് മെഷേഴ്സ്, അതായത് ഇപ്പൊ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, അത് നമുക്കിപ്പോ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാം. അതുപോലെ ഈ ബയോ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ടു സം എക്സ്റ്റെന്റ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സാധനത്തെ ന്യൂട്രിയൻ റിച്ച് മാനുവർ ആക്കി നമ്മുടെ സോയിലിനെ എൻറിച്ച് ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻഓർഗാനിക് കെമിക്കൽസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും എല്ലാം ഉണ്ട്, ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ആ നാച്ചുറൽ റിസോഴ്സസ് ചെയ്യുന്ന കൺസർവ് ചെയ്യാനുള്ള പല മെക്കാനിസംസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധയെന്ന് പറയുന്നത് ഇത് എങ്ങനെ കൺസർവ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് ബാക്കി വെക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം. വളരെ സ്പീഡായിട്ടാണ് ഞാൻ പോയത്. എന്തെങ്കിലും സംശയം ഇതുകൊണ്ട് ഡൗട്ട് ആ സെഷനിൽ ക്ലിയർ ചെയ്യാമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും വളരെയധികം നന്ദി. എന്തായാലും ആ സോയിൽ ഡേ തന്നെ ഇതിന് തെരഞ്ഞെടുത്തത് അതിലേറെ നന്ദി. നമസ്കാരം. ഓക്കെ, നന്ദി വേണം. ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, പക്ഷെ നമ്മുടെ ഒരു സമയക്കുറവ് കൊണ്ട് നമുക്ക് നിർത്തേണ്ടി വന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിന് വളരെ നന്ദി. ഹരീഷ് സാറിന് 1 മിനിറ്റ് സാറേ, ഇത് കൺക്ലൂഡ് ചെയ്യാമോ സാറേ? അൺമ്യൂട്ട് ചെയ്യണം സാറേ. സാർ മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്യണം സാറേ. ഓക്കെ. ഇത് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത കാര്യങ്ങൾ. ഇനി അതിനകത്ത് കൂടുതൽ പറയാൻ എന്തായാലും കുറച്ച് ലാസ്റ്റ് ആയപ്പോൾ സ്പീഡിൽ പോകേണ്ടി വന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി AI അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ സോയിൽ ടെസ്റ്റിങ്ങിൽ പല സ്ഥലങ്ങളിലും അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടൈം കൺസ്ട്രെയിൻസിനെ ഒഴിവാക്കി സ്പീഡിൽ കാര്യങ്ങൾ ഫെർട്ടിലിറ്റി അസസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വല്ല റിസർച്ച് മറ്റോ ഈ സ്റ്റേഷൻ നടത്തേണ്ടതെന്നോ എനിക്കറിയത്തില്ല. എനിക്ക് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. വെരി ഗുഡ്, എക്സലൻറ്റ്, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, ഇപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. ഇപ്പോൾ ഔപചാരികമായിട്ട് നന്ദി പറയുന്നത് ഷാലു വരാൻ ക്ഷണിക്കുന്നു. ഷാലു മ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അത്രയും സ്നേഹം നിറഞ്ഞ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, വിദ്യാർത്ഥികൾ, IFPHന്റെ ഡെയിലി മലയാളം വെബിനാറിന്റെ 1922 ദിവസത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാം അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ ഭാഗമായി നടത്തിയ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം അരുളിയ ഡോക്ടർ ഹേമ ശേഖറിനാണ്. ഡോക്ടർ ഹേമ ശേഖറിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമുക്ക് എത്രയും ആദരണീയനും അതുപോലെ തന്നെ IFPHന്റെ സഹയാത്രികനുമായിട്ടുള്ള ശ്രീ പരീത് ബാബ ഖാൻ സാറാണ്. അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ആരോഗ്യകരമായിട്ടുള്ള മണ്ണിനെക്കുറിച്ചും ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തെക്കുറിച്ചും മികച്ച അറിവുകൾ പങ്കുവച്ചത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മീര മാഡമാണ്. നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ആരോഗ്യം. ആയിരക്കണക്കിന് വർഷം എടുത്തിട്ടാണ് മണ്ണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായി മണ്ണിനെ കുറിച്ച് പഠിക്കാതെ തന്നെയാണ് പല കൺസ്ട്രക്ഷൻസും ഇവിടെ സംഭവിക്കുന്നത്. അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ കേരളീയരും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചതുമാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നതിനുള്ള തുടക്കം നമ്മിൽ തന്നെ ആകട്ടെ. മികച്ച അറിവുകൾ നൽകിയ ഡോക്ടർ മീര മാഡത്തിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു.
അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മീര മേഡത്തെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആൻഡ് ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ജേക്കബ് ജോൺ സാറാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ IFPHന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാർ, അതുപോലെ തന്നെ IFPHന്റെ ഭാരവാഹികൾ, ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ യോഗം മോഡറേറ്റ് ചെയ്ത മനോജ് ഡോക്ടർ, എല്ലാവർക്കുമുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി അവസാനിക്കുന്ന സമയമായി. എന്തായാലും മണ്ണിനെ മറന്നുകൊണ്ട് ആരും ജീവിക്കാതിരിക്കട്ടെ. കാരണം മനുഷ്യ നീ മണ്ണാകുന്നു, എല്ലാവരും മണ്ണിലേക്ക് പോകുന്നു, മണ്ണിൽ തുടങ്ങുന്നു. മണ്ണില്ലെങ്കിൽ കണ്ണീരാണ് ഫലം എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.